മതപരിവർത്തനം ഏറ്റവും വലിയ അക്രമമാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി ഇപ്പോൾ ആർക്ക് വേണം? ആർക്കും വേണ്ടാത്ത ഒരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹം പണ്ടേ പറഞ്ഞിരുന്നു, കൺവേർഷൻ ഈസ് വയലൻസ്. മതപരിവർത്തനം അക്രമമാണ്. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ പറയാറുള്ളത് പോലെ പ്രലോഭിപ്പിച്ചോ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെയുള്ള മതപരിവർത്തനം തെറ്റാണ് എന്നൊന്നും അല്ല ഗാന്ധി പറഞ്ഞത്. ഒരു റൈഡറുമില്ലാതെ സംശയലേശം തന്നെയാണ് ഗാന്ധി പ്രഖ്യാപിച്ചത്, കൺവേർഷൻ ഈസ് വയലൻസ്. മതപരിവർത്തനം അക്രമമാണ്, അത് പാടില്ല. പക്ഷേ ഇന്നിപ്പോൾ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ നിർബന്ധിത മതപരിവർത്തനം പാടില്ല, അങ്ങനെയൊക്കെയാണ്. കുറച്ചെങ്കിലും സ്ട്രോങ് ആയ ഒരു നിയമം ഉള്ളത് ഉത്തർപ്രദേശിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വരുമായിരിക്കും. ഏതായാലും വന്നിട്ടില്ല. ഞാൻ ഈ വിഷയം പറയാൻ കാര്യം, മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച്, ഈ ഹൈക്കോടതി മദ്രാസിൽ രണ്ടെണ്ണമുണ്ട്. ഒരെണ്ണം മദ്രാസ് പട്ടണത്തിൽ, ചെന്നൈ പട്ടണത്തിൽ, വേറൊന്ന് മധുരൈ ബെഞ്ചിൽ ജസ്റ്റിസ് ശേഷസായി, ജസ്റ്റിസ് വിക്ടോറിയ ഗൗരി, ഈ രണ്ട് പേരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ വന്ന ഒരു കേസാണ്. വളരെ കൗതുകമുള്ളൊരു കേസാണ്. ഇതിൽ ഭർത്താവ് മുസ്ലിമാണ്, ഭാര്യ ഹിന്ദുവാണ്. ദേവി എന്നാണ് അവരുടെ പേര്. അവർ ഷെഡ്യൂൾ കാസ്റ്റാണ്, പക്ഷേ നല്ല ജോലിയിലാണ്. സ്റ്റേഷൻ മാസ്റ്ററാണ് റെയിൽവേയിൽ. ഇന്ത്യൻ റെയിൽവേയിലെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ്. ഭർത്താവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, എന്തൊക്കെയോ ചെയ്തൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. ഏതായാലും ഇവർ രണ്ടുപേരും പ്രണയത്തിലായി കഴിഞ്ഞ് പോയി രജിസ്റ്റർ മാരേജും ചെയ്തു. അതാണല്ലോ അതിൻ്റെ ഒരു ചടങ്ങ്. ആകെ ഒരു ചടങ്ങുള്ളത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, ഒരുമിച്ച് താമസമൊക്കെ തുടങ്ങി, പിള്ളേരും ഒക്കെ ആയി. മെല്ലെ ഭർത്താവ് കള്ളുകൂടി തുടങ്ങി. കള്ളുകൂടിയായി പലവിധ ഉപദ്രവങ്ങളായി, അടിക്കുന്നു, പിടിക്കുന്നു, ഇങ്ങനെയൊക്കെയായി. ഈ സ്ത്രീ ആവുന്നത്ര ക്ഷമിച്ചു. കാരണം വീട്ടുകാരെ എല്ലാം ധിക്കരിച്ച് നടത്തിയ കല്യാണമാണ്. ആര് സപ്പോർട്ട് ചെയ്യാൻ? എല്ലാവരും പറയും, നീ തന്നെ വരുത്തി വെച്ചതല്ലേ, ഇനിയിപ്പം നീ തന്നെ അനുഭവിച്ചോ എന്നെല്ലാവരും പറയും. നിസ്സഹായയായ ആ സ്ത്രീയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ഈ മനുഷ്യൻ അതൊന്നും കൂട്ടാക്കിയില്ല. മാത്രമല്ല, അയാൾ മുസ്ലിമാണ്. മുസ്ലിമായിട്ട് ഈ പെൺകുട്ടി അഥവാ ദേവി അവർ മാറിയിരുന്നില്ല, മതം മാറിയിരുന്നില്ല. മതം മാറാനായി അടുത്ത നിർബന്ധം. കളുകൂടി, മറ്റ് ബന്ധങ്ങൾ. ഇപ്പോൾ അവരറിഞ്ഞു ഇയാൾക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു, അത് വേർപെടുത്തിയോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ, ഇത് രണ്ടാം ഭാര്യയാണ്. ഇതൊക്കെ മെല്ലെ മെല്ലെ പുറത്തു വരുന്നു. ഇവർക്ക് സഹിക്കാൻ പറ്റാതായത് മതപരിവർത്തനത്തിൻ്റെ നിർബന്ധമാണ്. ഇവർക്ക് 2 കുട്ടികളുണ്ടായി. അതിന് പറ്റിയ പേരും ഈ മനുഷ്യൻ കൊടുത്തു. ഒരു ആൺകുട്ടിക്ക് സദാം ഹുസൈൻ, അടുത്ത ആൺകുട്ടിക്ക് യാസർ അരാഫത്ത്. അപ്പോൾ മനസ്സിലായല്ലോ ചരക്കെന്താണെന്ന്. സദ്ദാം ഹുസൈൻ എന്നും യാസർ അരാഫത്ത് എന്നും മക്കൾക്ക് പേരിട്ട ഒരച്ഛൻ്റെ മനോഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇങ്ങേര് അതുവരെ മതത്തെപ്പറ്റിയൊന്നും മിണ്ടാത്ത ആൾ പതുക്കെ മതത്തിൽ കയറിപ്പിടിച്ചു. മതം മാറണമെന്ന് ആവശ്യപ്പെട്ടു. ദേവിയെ സലീമ എന്ന് വിളിക്കാൻ തന്നെ തുടങ്ങി. ഇതൊന്നും ദേവിക്ക് സഹിച്ചില്ല. ഒരു ദിവസം ഈ മനുഷ്യൻ ദേവിയുടെ താലി പൊട്ടിക്കാൻ വരെ നോക്കി. താലി അനിസ്ലാമികമാണ്, അത് കളയണം എന്നായിരുന്നു ആവശ്യം. ഇങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിക്കഴിഞ്ഞ് ഈ മനുഷ്യൻ ഒരു ദിവസം ഇറങ്ങിപ്പോയി. 2 വർഷമായി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നു. നിവൃത്തികെട്ട ദേവി ആ വിവാഹമോചനത്തിന് കുടുംബക്കോടതിയിൽ കേസ് കൊടുത്തു. ഇങ്ങനെ അവിടെ കുറേയൊക്കെ ഫൈറ്റ് ചെയ്തൊക്കെ നോക്കി, നടന്നില്ല. കുടുംബക്കോടതി വിവാഹമോചനം അനുവദിച്ചു. അതിനെതിരെ അപ്പീലുമായിട്ട് ഈ മനുഷ്യൻ ഹൈക്കോടതിയിൽ വരുന്നു. ഇത്രയും ദ്രോഹമൊക്കെ ചെയ്ത് എന്നാൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്നല്ല, വിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹൈക്കോടതിയിൽ വന്ന് വാദിച്ചു. ഞാനിങ്ങനെയൊന്നും ചെയ്തില്ല, അപ്പടിയാണ് ഇപ്പടിയാണ്, മതം മാറാൻ പറഞ്ഞു, അതിനെന്താ എന്നൊക്കെയുള്ള വാദം. ഹൈക്കോടതി ഇത് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഹൈക്കോടതി ഞെട്ടിപ്പോയി. ഹൈക്കോടതിക്ക് തീരുമാനിക്കാനുണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം, പിടിവലി, അത് ഇതൊക്കെ കുറച്ചൊക്കെ സഹിക്കാൻ പിടിക്കാം എന്ന് വെച്ചോളൂ.
ബട്ട് സഹിക്കാൻ പറ്റാത്തത് ഈ മതപരിവർത്തനത്തിനുള്ള നിർബന്ധമാണ് എന്ന് കോടതി കണ്ടെത്തി. ഇയാൾ ഈ ദേവി ഇടയ്ക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ട് അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയിൽ പോയി പരാതി പറഞ്ഞു. മുസ്ലിങ്ങളുടെ കാര്യം തമ്പുരാക്കന്മാർ അവരാണല്ലോ. ജമാഅത്ത് കമ്മിറ്റി ഇയാളെയും വിളിച്ചു, ദേവിയെയും വിളിച്ചു. ഇയാൾ അവിടെ വെച്ച് എഴുതി കൊടുത്തു, ദേവിക്ക് വേർപിരിയണമെങ്കിൽ വേർപിരിയാം. ദേവി എന്നല്ല, സലീമ എന്ന് തന്നെയാണ് അയാൾ എഴുതിയത്. അവിടെ പോലും അയാളുടെ മതം വിടുന്നില്ല. എന്ത് വാങ്ങിക്കോട്ടെ, ഞാൻ ഒഴിഞ്ഞു തരാൻ തയ്യാറാണ്, അവർക്ക് വേണ്ടെടുത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് തമിഴിൽ എഴുതി കൊടുത്തു. പക്ഷേ കോടതിയിൽ ഇയാളിത് നിഷേധിച്ചു. ഞാനല്ല എഴുതിയത്, അന്നേരം എഴുതി, അത് വെച്ചിട്ട് വിവാഹമോചനം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് 110 തുടക്കം. ഒടുവിൽ ഹൈക്കോടതി ക്ലിയറായിട്ട് പറഞ്ഞു, though the point for consideration in this case is not with respect to the conversion of one of the spouses to another religion, the point to be considered is as to whether compelling one of the spouse to convert himself to another religion to which the other spouse belongs to would amount to cruelty. കോടതി പറഞ്ഞു, മതപരിവർത്തനം പെർസെ അത് ശരിയോ തെറ്റോ എന്നുള്ളതിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. ഞങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം അതല്ല. മതപരിവർത്തനത്തിന് ഒരാളിനോട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ നിർബന്ധിക്കുക, അല്ലെങ്കിൽ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്വന്തം മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുക, ഈ മതപരിവർത്തന ശ്രമം അതേത് വിധേനയാണെങ്കിലും, വയലൻസ് ഇല്ലാതെയാണെങ്കിലും, നിർബന്ധമില്ലാതെയാണെങ്കിലും, നല്ല വാക്ക് പറഞ്ഞാണെങ്കിലും, എന്താണെങ്കിലും, മതപരിവർത്തന ശ്രമം ക്രൂവൽറ്റിയാണോ, ക്രൂരതയാണോ? കാരണം ക്രൂരതയുടെ പേരിൽ വിവാഹമോചനം നേടാൻ സ്ത്രീക്കും പുരുഷനും അവകാശമുണ്ട്. ഈ ക്രൂരതയ്ക്ക് ഒരുപാട് നിർവചനങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഒരു ക്രൂരപ്രവൃത്തിയെ ക്രൂരത എന്ന് പറയും. എന്താണ് ശരിക്കും ക്രൂരത? ഇത് തീരുമാനിക്കുന്നത് കോടതികളാണ്. അപ്പോൾ ഇവിടെ ചോദ്യം വന്നത്, മതപരിവർത്തനത്തിനുള്ള ശ്രമം അത് ക്രൂരതയാണോ? ഭാര്യയെ മതം മാറ്റാൻ ശ്രമിക്കുന്നത് ക്രൂരതയാണോ? ആണ് എന്നാണ് കോടതിയുടെ ഉത്തരം. അവർ പറയുന്നു, ദ ലേണഡ് ട്രയൽ കോർട്ട് ഹാസ് ഹെൽഡ് ഇൻ അഫർമേറ്റീവ് ഒബ്സർവിംഗ് ദാറ്റ് ദ റെസ്പോണ്ടന്റ് വൈഫ് വാസ് സബ്ജക്റ്റഡ് ടു ഗ്രേവ് ക്രൂവൽറ്റി ബൈ ദ അപ്പലന്റ് ബൈ കൺസിസ്റ്റൻ്റ്ലി ടോർച്ചറിങ് ഹെർ ടു കൺവേർട്ട് ഹെർസെൽഫ് ഫ്രം ബീയിങ് എ ഹിന്ദു ടു ഇസ്ലാം. ഹിന്ദുവിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറാനായിട്ട് നിരന്തരം നിർബന്ധിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത് ക്രൂവൽറ്റി തന്നെയാണ്. അതിൻ്റെ പേരിൽ മാത്രം വിവാഹമോചനം കൊടുക്കാവുന്നതാണ് എന്ന് കുടുംബക്കോടതി എഴുതിയിരിക്കുന്നു. ഞങ്ങളും അത് ശരിവയ്ക്കുന്നു. ബാക്കി ക്രൂവൽറ്റിയെപ്പറ്റി കോടതി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഈ ഒരൊറ്റ ക്രൂവൽറ്റി മതി ഇവർക്ക് വിവാഹമോചനം കിട്ടാനായിട്ട്. കോടതി പറയുന്നു, ആ സ്ത്രീ ഹിന്ദുവാണ്. ഹിന്ദുവിൽ തന്നെ ഏറ്റവും പിന്നോക്ക വിഭാഗമായ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവരാണ്. അവർ മാന്യമായ ജോലിയുള്ളവരാണ്. അവരുടെ അന്തസ്സ്, സമുദായത്തിൽ അവരുടെ നിലയും വിലയും എല്ലാം ഈ മനുഷ്യൻ കെടുത്തിക്കളഞ്ഞു, പ്രണയക്കെണിയിൽ പെടുത്തിക്കളഞ്ഞു. ആ സ്ത്രീ, സാധുവായ ദേവി, നിസ്വാർത്ഥമായ നിർമ്മലമായ പ്രണയം എന്ന് വിചാരിച്ചിരുന്നത് സംശുദ്ധ തട്ടിപ്പാണ് എന്ന് അറിഞ്ഞു വന്നപ്പോഴത്തേക്കും കുട്ടികൾ രണ്ടായി. ആ കുട്ടികളോ സദ്ദാം ഹുസൈനും യാസർ അരാഫത്തും. ഈ അവസ്ഥ ഒരു സ്ത്രീക്ക് വന്നാൽ അവരെന്ത് ചെയ്യും? അവർക്കൊരു ജോലിയുള്ളത് മാത്രമാണ്, കേന്ദ്ര സർക്കാർ ജോലിയുള്ളത് മാത്രമാണ് അവരുടെ ഏക ആശ്രയം. അത് വെച്ചിട്ടാണ് അവർ ഈ പിള്ളേരെയൊക്കെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. ഈ മനുഷ്യൻ തിരിഞ്ഞു നോക്കുകയില്ല. ഇദ്ദേഹം പെങ്ങളുടെ വീട്ടിലാണ് എന്ന് പറയുന്നു. എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. 2 വർഷമായി വീട്ടിൽ വരാറില്ല. എന്നെ ഉപേക്ഷിച്ച് ആ മനുഷ്യൻ കടന്നു കളഞ്ഞെന്നും ഇന്ന മാതിരിയെല്ലാം എന്നെ ദ്രോഹിച്ചുവെന്നും എൻ്റെ താലി പൊട്ടിക്കാൻ ശ്രമിച്ചുവെന്നും എന്നെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നും അതുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകണം എന്നുമുള്ള ദേവിയുടെ ആവശ്യം ഹൈക്കോടതിയും അംഗീകരിച്ചു. ഹൈക്കോടതി പറഞ്ഞു, ദ ഫിസിക്കൽ വിത്ഡ്രോവൽ ഓഫ് ദ അപ്പലന്റ് ഫ്രം സെർവിങ് ഹിസ് ഫാമിലി ബോണ്ട് വിത്ത് ദ റെസ്പോണ്ടന്റ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹാസ് ബീൻ ഡ്യൂലി പ്രൂവ്ഡ്. ഇദ്ദേഹത്തെ ആൾരൂപത്തിൽ ദർശിക്കാൻ സാധ്യമല്ല. ആ വീട്ടിൽ വീട് വിട്ടുപോയി. ഭാര്യയും ഈ 2 മക്കളെ, സദ്ദാം ഹുസൈനെയും ഉപേക്ഷിച്ചു,
യാസർ അരാഫത്തിനെ ഉപേക്ഷിച്ചു എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് പറഞ്ഞിട്ട് വർഷം 2 The reason for his withdrawal is too unreasonable and unjust that the respondent refused to convert herself to Islam. ഭാര്യ മതം മാറാത്തതാണ് വീട് വിട്ട് താൻ പോകാൻ കാരണം എന്നീയാൾ വാദിക്കുന്നു. ഇതിൽ പരം ക്രൂരത വേറെയില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കൺവേർഷൻ ഈസ് വയലൻസ് എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് 2 വർഷത്തിലധികം മാറി നിന്ന് ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച ഒരാളിന് വിവാഹമോചനം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ സ്ത്രീ വിവാഹമോചനം അർഹിക്കുന്നു. ദ റെസ്പോണ്ടൻറ്റ് വൈഫ് ഈസ് വർക്കിംഗ് ആസ് എ സ്റ്റേഷൻ മാസ്റ്റർ. അവർ സ്റ്റേഷൻ മാസ്റ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈവൻ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹർ മാരേജ് ഇൻ സതേൺ റെയിൽവേസ്. കല്യാണം കഴിക്കുമ്പോഴും അവർ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു. ദ അപ്പലൻ ഹസ്ബൻഡ് ഹാഡ് ഓൾറെഡി ഡൈവോഴ്സ്ഡ് ഹിസ് ഫസ്റ്റ് വൈഫ്. ഒരു ഭാര്യ ഉണ്ടായിരുന്നതിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പെണ്ണിനെ വളച്ചെടുത്തത്. പാവം, എന്തൊരു ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കൂ. In the name of love, he had love-locked the respondent wife to fall for him in the name of marriage and had enticed her heart. പ്രണയത്തിൻ്റെ നിർമ്മല സ്നേഹത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഇയാൾ വഞ്ചിക്കുകയായിരുന്നു. അവൾ പാവം ഇയാളെ വിശ്വസിച്ച് പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു. ഒടുവിൽ ഈ ഗതിയുമായി. അതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനു പോലും സമ്മതിക്കാത്ത ഒരു നരാധമനാണ് ഈ മനുഷ്യൻ. അതിനാൽ കോടതി ഇവർക്ക് വിവാഹമോചനം അനുവദിക്കുന്നു എന്നാണ് വിധി. ഈ വിവാഹമോചനം നമ്മുടെ സമൂഹത്തിൽ വളരെ ഇപ്പോൾ കൂടിക്കൂടി വരുന്നു. അതിനുള്ള കാരണങ്ങൾ പലതുമാകാം. ബട്ട് ഇതിന് മതപരിവർത്തനം ഒരു കാരണമാകുന്ന ജഡ്ജ്മെൻറ്റ് അപൂർവമാണ്. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഈ വിവാഹമോചനം ഈ മതപരിവർത്തനത്തിൻ്റെ പേരിലാകുന്ന ഒരു കേസ് കാണുന്നത്. അത്യപൂർവമാണ്. സാധാരണ മറ്റ് റീസൺസൊക്കെ പറയും, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, കള്ളു കുടിക്കുന്നു, തല്ലുന്നു, ചവിട്ടി കുത്തി, പിള്ളേരെ ഒന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങൾ, ദൂർത്തടിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. മതപരിവർത്തനത്തിന് നിർബന്ധിച്ചിട്ടും പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ എന്തെല്ലാം വന്നാലും ശരി ഹിന്ദുധർമ്മം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു സ്ത്രീ അപൂർവമായൊരു കാഴ്ചയാണ്. സാധാരണ ഏത് സ്ത്രീയും കീഴടങ്ങിപ്പോവും. മക്കളെ ഓർത്ത്, തൻ്റെ എടുത്തുചാട്ടത്തെ ഓർത്ത്, ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാനാണ്, ഇനി എന്താ എൻ്റെ ജീവിതത്തിനൊരു ഭാവി, ഇതൊക്കെ ആലോചിച്ചിട്ട് ഇവർ കീഴടങ്ങും. ശരി, മുസ്ലിം ആണെങ്കിലും മുസ്ലിം, അതോടെയെങ്കിലും ദുരിതം തീരുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കീഴടങ്ങുകയാണ് പതിവ്. പക്ഷേ ദേവി അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. അതാണ് സനാതനധർമ്മത്തിൻ്റെ ശക്തി. സനാതനധർമ്മവും അതുതന്നെ. ദേവിക്ക് സല്യൂട്ട്. ജീവിതം വളരെ മനോഹരമായിട്ട് ദേവി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാവട്ടെ. അവർക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.